കുടിക്കുന്നില്ലേ നിങ്ങളെല്ലാ പേരും കൂടി? എന്തായാലും ഇതിനെതിരെ ഞാൻ നടപടിക്ക് ഏതറ്റം വരെയും പോകാൻ റെഡിയായിട്ട് തന്നെയാണ് വന്നേക്കണേ. സാർ, ഒരു പരാതി. എന്റെ പരാതി. എന്തായിരുന്നു സംഭവം? എൻ്റെ ഭർത്താവ് എന്നെയും കുട്ടികളായിട്ട് ചുമ്മാ ഉപദ്രവവും കാര്യങ്ങളൊക്കെ. പിന്നെ 5 പൈസ വീട്ടിൽ തരത്തില്ല. എൻ്റെ കിടക്കണത് സ്വർണ്ണം എല്ലാം ഊരിക്കൊണ്ട് പോയി. പിന്നെ ഇന്നലെ രാത്രി ഭയങ്കര ഉപദ്രവമായിരുന്നു. ഇന്നലെ രാത്രി അയാൾ ഗൾഫിൽ കയറി പോവുകയും ചെയ്തു. എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല. 2 പേര്. ഒരാൾക്ക് 2 വയസ്സും ഒരാൾക്ക് 5 വയസ്സും. സാർ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. നോക്കാം എന്തായാലും ഒരു നടപടി നോക്കാം. ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട് അതില്? ഓ, എല്ലാം എഴുതിയിട്ടുണ്ട്. നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഏതാണ് ഇതില്? അതൊരു ആദ്യത്തെ നമ്പരാ. ഈ നമ്പർ നിങ്ങളെ കിട്ടുമല്ലോ? കിട്ടും. ആ സമയത്തോണെങ്കിലും വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ വിളിക്കാം കേട്ടോ. ശരി, പരിഹരിക്കാം. ശരി, ഓക്കെ. സാറിന് വന്നില്ലേ? ആ പെണ്ണിന് സാറിൻ്റെ അടുത്ത് ചെറിയൊരു നോട്ടമുള്ള പോലെ തോന്നും. സാറിന് അവളൊന്ന് ട്യൂൺ ചെയ്താൽ സെറ്റാവും. എന്തായാലും ഞാൻ വിളിക്കാം. ഹലോ. രാവിലെ പരാതി കൊണ്ടുവന്ന കുട്ടിയല്ലേ? അതെ. എന്നെ മനസ്സിലായോ? SI സാറാണോ? എനിക്ക് സൗണ്ട് കേട്ടോ മനസ്സിലായി. ഇന്ന് കുറച്ച് നേരത്തെ എന്നെ വിളിച്ചിട്ട് ഭയങ്കര ചീത്ത വിളിയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് എൻ്റെ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു തരാൻ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. അവന് ചിലവിന് പൈസ അയച്ച് തരത്തില്ല. എന്ത് ചെയ്യുമോ എന്തോ സാർ, എന്തെങ്കിലും ഒന്ന്. ഞാനും 2 പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിള്ളേരിന്ന് അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോയി. അമ്മാമ്മ ഇന്ന് വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് 2 പേരും കൂടി അങ്ങനെ അമ്മയുടെ കൂടെ അങ്ങ് പോയി. ഞാൻ രാത്രി മൊഴിയെടുക്കാൻ വേണ്ടി വരട്ടോ? രാത്രി മൊഴിയെടുക്കാൻ സാർ വന്നോളൂ, കുഴപ്പമില്ല. മൊഴിയെടുക്കാനല്ലേ സാർ വന്നോളൂ, കുഴപ്പമില്ല. ഒരു മണിക്കൂർ കേട്ടോ? ഓക്കെ ശരി. വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. സാറ് നേരത്തെ വന്ന ഞാൻ താമസിക്കുമായിരിക്കും. സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ഇതാ വീട്. ഏത് റൂമിൽ വെച്ചായിരുന്നു മുകളിൽ വെച്ചിട്ടാ. അതിന്റെ അടുത്തുള്ള റൂമിലാ. ഏത് റൂമിലായിരുന്നു അത്? ആദ്യത്തെ റൂമിലാ. ആ റൂമിലായിരുന്നു. എന്തായാലും നമുക്ക് ആ റൂമിലോട്ട് പോവാം. ആ റൂമിൽ നിന്ന് മൊഴിയെടുപ്പ് തുടങ്ങണം. സാർ വന്നു. ഹലോ. സാറേ, ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. ഒരു ചുരുക്കാക്കിയല്ലേ? ഓക്കെ. സാറിന് അങ്ങനെ താല്പര്യമുണ്ടാ? നീ കൈകാര്യം ചെയ്തോ? പിന്നെ ആ കാര്യം എന്നോട് ചോദിക്കണം. ഞാൻ പോയി പോയല്ലേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ. നീ സെറ്റ് ചെയ്തിട്ട് പറയും. സാർ ഇന്ന് തന്നെ പറ. ശരി. നാളത്തേക്ക് ആക്കണ്ട. ശരി. എല്ലാം വിളിച്ച് കറക്റ്റ് ചെയ്യാം.
വേറെ ആരോടും പറയില്ല കേട്ടോ. സാറിന് എന്നെ വിശ്വാസമില്ല. അങ്ങനെ പറഞ്ഞൂടല്ലോ. ശരി ശരി, അറേഞ്ച് ചെയ്യും. ആ എന്നോ എന്നെ ഈ പരിപാടിയാക്കിയപ്പോ തനിക്ക് സമാധാനായോ? എന്ത് പരിപാടി? എന്തിനാ ഇത്രയും ചതി സ്ത്രീകളോട് ചെയ്യുന്നേ? നിങ്ങളും കൂടെ സഹകരിച്ചിട്ടില്ലേ? നിങ്ങൾ അറിയാമല്ലോ പോലീസുകാരെ കുറിച്ച് എനിക്ക് എന്തറിയാം. എന്നെ കുടിക്കുന്നില്ലേ നിങ്ങൾ എല്ലാ പേരും കൂടി? എന്തായാലും ഇതിനെതിരെ ഞാൻ നടപടിക്ക് ഏതറ്റം വരെ പോകാൻ റെഡിയായിട്ട് തന്നെയാ വന്നേക്കണേ. പിന്നെ ഉണ്ടല്ലേ പോലീസുകാരെ കുറിച്ച് എനിക്കിപ്പോ നല്ലതുപോലെ മനസ്സിലായി. നല്ല ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ട കാര്യമുള്ളൂ. ഇപ്പൊ പോവുക കാണിച്ചു തരാം. കാക്കിക്കുള്ളിൽ മാത്രമല്ല എവിടെയും കാണും ഇതുപോലുള്ള നരാധമന്മാർ. സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരാവാൻ വേണ്ടി ഇനിയുള്ള നാളുകൾ ആരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്? കടലറ്റങ്ങളോളം സൗഹൃദവും സാഹോദര്യവും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്ന ഒരു കാലത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം.